ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ KS ചിത്രചേച്ചി പാടിയ ചില പാട്ടുകളെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മികച്ച ചില ഗാനങ്ങൾ, ഒന്ന് രണ്ട് ഗാനങ്ങൾ. അവയുടെ പ്രധാന കാരണം, അവ ഹിറ്റാവാനുള്ള പ്രധാന കാരണങ്ങൾ, അത് ഒന്ന് അവ രാഗ ബേസ്ഡ് സോങ്ങുകളായതുകൊണ്ടാണ്. പിന്നെ മികച്ച ഗാനരചന, മികച്ച സംഗീതം. അതിൽ ചിത്രചേച്ചി പാടിയ ചില പാട്ടുകളെ പറ്റി പറയാം. ഒന്ന് തമിഴിൽ പാടിയ ഒരു പാട്ടാണ്. അത് ഇളയരാജയാണ് അതിൻ്റെ മ്യൂസിക്. സാരമതി എന്ന് പറയുന്ന ഒരു ജന്യരാഗത്തിൽ, അതായത് ചെറിയ രാഗത്തിലാണ് ആ ഗാനം സൃഷ്ടിക്കപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: പടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടം താനറിയേൻ, ഏഴറിയേൻ എഴുത്തറിയേൻ എഴുത്ത് വകനാനറിയേൻ, മരി മരി നിന്നെ മുരളിന നീ മനസുനാദയരാതു, മരി മരി നിന്നെ മുരളിന. സാരമതി രാഗത്തിലുള്ള ഒരു കീർത്തനവും ആ ഗാനത്തിൽ ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇളയരാജയാണ് ഇതിൻ്റെ സംഗീതം. ഈ ഗാനം ചിത്രചേച്ചി ആലപിക്കുമ്പോൾ ഡിഗ്രി പരീക്ഷ പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്യാൻ ചിത്രചേച്ചി പോയത്. അടുത്തത് മറ്റൊരു ഗാനമാണ്. അത് MG രാധാകൃഷ്ണ സാറാണ് അതിൻ്റെ സംഗീതം. ആ ഗാനം വളരെ പോപ്പുലറാണ്. കുന്തളവരാളി എന്ന് പറയുന്ന രാഗത്തിൽ മണിച്ചിത്രത്താഴിലെ ഗാനമാണത്. ആ ഗാനം ഇങ്ങനെയാണ്: ഒരു മുറൈ വന്ന് പാർത്തായോ നീ, ഒരു മുറൈ വന്ന് പാർത്തായോ, എൻ മനം നീ അറിந்தாയോ, ഒരു മുറൈ വന്ന് പാർത്തായോ. MG രാധാകൃഷ്ണനാണ് ഇതിൻ്റെ സംഗീതം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുന്തളവരാളി എന്ന രാഗത്തിലാണ്. ഇതിനിടയിൽ നവറോജ് എന്ന് പറയുന്ന മറ്റൊരു രാഗത്തിൽ ഒരു പോർഷനുണ്ട്. ആ വേർഷൻ KJ യേശുദാസാണ് പാടിയിരിക്കുന്നത്. അങ്കനമാ മൗലിമണി എന്ന ഭാഗം, അത് നവറോജ് എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാട്ട് ഒരു മുറൈ വന്ന് പാർത്തായോ കുന്തളവരാളി എന്ന് പറയുന്ന ജന്യരാഗം, അതായത് ചെറിയ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പാട്ട് ചിത്രചേച്ചിയുടെ എടുത്ത് പറയാനുള്ളത് ശ്രീരാമനാമം ജപസാരസാഗരം, ശ്രീരാമനാമം ജപസാരസാഗരം. ഈ ഗാനവും നാട്ട എന്ന് പറയുന്ന ജന്യരാഗം, അതായത് ചെറിയ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചെറിയ രാഗങ്ങൾ എന്ന് പറയുന്നത് ജന്യരാഗങ്ങളെയാണ്. ജനകരാഗങ്ങൾ 72 മേളകർത്ത രാഗങ്ങൾ, അവയിൽ നിന്ന് ജനിക്കുന്ന മക്കൾ, അവയെയാണ് ജന്യരാഗങ്ങൾ, അതായത് ചെറിയ രാഗങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശദമായ ചില ഡീറ്റെയിലൊക്കെ പിന്നീട് പറയാം. ഈ പാട്ടുകളെ പറ്റി, ഇതിൻ്റെ മികച്ച ഈണത്തിനും സംഗീതത്തിനുമൊക്കെ കാരണമായത് ഈ രാഗം ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, നിർത്തുന്നു.